നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഒരു ആരോപണം ഒരു വ്യക്തിക്കെതിരെ വരുമ്പോൾ ആരോപണ വിധേയ അത് തെറ്റാണ് എന്നുണ്ടെങ്കിൽ ആ നിമിഷം തന്നെ എല്ലാ തെളിവുകളും സഹിതം മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് പറയാൻ എന്താണ് മടി? ഇതാണ് എപ്പോഴും സാധാരണക്കാരായ ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യം. ഒരു രാഷ്ട്രീയ നേതാവിനെതിരെ ആരോപണം വരുമ്പോൾ വെറുതെ ബബ്ബബ്ബ അടിക്കാതെ അതിന്റെ കൃത്യമായ കാര്യങ്ങൾ ആരോപണത്തിന് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് താൻ തെറ്റ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ കൃത്യമായി തന്നെ അത് വിശദീകരിക്കാനുള്ള ആ മനക്കെട്ടി ആ സധൈര്യം കാണിച്ചിരുന്നുവെങ്കിൽ രാഷ്ട്രീയ നേതാക്കളോട് ഒരല്പമെങ്കിലും വിശ്വാസം ജനങ്ങൾക്ക് തോന്നുമായിരുന്നു. ഇവിടെ ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്കെതിരെ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ എടുത്തു പറയേണ്ടത് എം.എ. ഷഹനാസാണ് ഈ ഒരു ആരോപണം കൊണ്ടുവന്നത്. അതിന്റെ ക്രെഡിറ്റ് അവർക്ക് തന്നെ വേണമെന്ന് അവർ വാശി പിടിച്ച് കരയുന്ന ഫേസ്ബുക്ക് പോസ്റ്റും കാണാമായിരുന്നു. എന്തായാലും ഈ ശ്രീനാദേവി കുഞ്ഞമ്മയെ ആ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും എപ്പോഴാണോ പടിയിറക്കി പിണ്ടം വെക്കുന്നത് ആ ദിവസം കുമള പൊട്ടിക്കലല്ല, ലൈവായി വന്ന് പടക്കം പൊട്ടിക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഷഹനാസും പറയുന്നുണ്ട്. ആ ദിവസത്തിനായിട്ട് കാത്തിരിക്കുകയാണ് ശ്രീനാദേവി കുഞ്ഞമ്മ എന്ന് വേണമെങ്കിൽ പറയാം. കഴിഞ്ഞ ദിവസം എല്ലാ മാധ്യമങ്ങളിലും അവർ അവരുടേതായ നിലപാട് വ്യക്തമാക്കിയിരുന്നു. തീർച്ചയായിട്ടും ഫേസ്ബുക്കിൽ ദീർഘിപ്പിച്ചുള്ള അല്ലെങ്കിൽ വലിയ ഖണ്ഡകാവ്യം പോലെ എഴുതുന്ന പോസ്റ്റ് അല്ല, മറിച്ച് 2 വരിയിൽ പോസ്റ്റിനെ ഒതുക്കി മറ്റെല്ലാ മാധ്യമങ്ങളോടും തന്നോട് ചോദിച്ച ചോദ്യത്തിനുള്ള കൃത്യമായ മറുപടി കൊടുക്കുന്നുണ്ട്. ഇത്രയും വ്യക്തവും സ്പഷ്ടവുമായുള്ള വിശദീകരണം മറ്റ് രാഷ്ട്രീയ നേതാക്കളിൽ നമ്മൾ കണ്ടിട്ടുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിന്റെയും അതുപോലെ തന്നെ ഷാഫി പറമ്പിലിന്റെയും ഒക്കെ കാര്യത്തിലാണ്. ഷാഫി പറമ്പിലിനെതിരെയും ഒക്കെ തന്നെ ആരോപണം വരുമ്പോൾ കൃത്യമായി ഷാഫി പറമ്പിൽ അത് പറയാറുണ്ട്. മാത്രമല്ല, ഇനി രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം വരുമ്പോൾ അവസാനം വന്നിട്ടുള്ള ഈ പീഡന പരാതികളിലൊക്കെ തന്നെ അത്രയും ഒരു വിശദീകരണം രാഹുലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാതിരുന്നപ്പോൾ താൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് രാഹുൽ മാധ്യമങ്ങളുടെ മുന്നിൽ പറയുന്നില്ല എന്നായിരുന്നു പലരും ചോദിച്ചിരുന്നത്. എന്തായാലും നിലവിലുള്ള റേഷൻ കാർഡിൽ നിന്ന് തന്റെ പേര് വെട്ടിയത് നിയമവിരുദ്ധമായിട്ടാണ് എന്നും ഉദ്യോഗസ്ഥനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് പള്ളിക്കൽ ഡിവിഷൻ കോൺഗ്രസ് അംഗമായ ശ്രീനാദേവി കുഞ്ഞമ്മ പറയുകയാണ്. റേഷൻ കാർഡിൽ വ്യാജമായി പേര് ചേർത്തുവെന്ന വാർത്തകളോട് പ്രതികരിക്കുമ്പോൾ അവർ പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എല്ലാം ഒരു കുടുംബ പ്രശ്നമായിരുന്നു എന്നുള്ളതാണ്. കുറെ നാളുകളായി സ്വന്തം അമ്മയുടെ ആരോഗ്യനില മോശമായ സാഹചര്യത്തിൽ പോലും തിരിഞ്ഞു നോക്കാത്ത 3 ആൺമക്കൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി കുടുംബത്ത് അടിക്കടി വന്നു പോകുന്നതിന്റെ ഉദ്ദേശം ഇതായിരുന്നു എന്ന് ഇപ്പോഴാണ് തിരിച്ചറിയുന്നത് എന്നവർ പറയുകയാണ്. CPI സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ കൊടുത്ത അതേ അഡ്രസ്സ് തന്നെയാണ് ഇപ്പോഴും കൊടുത്തിരിക്കുന്നത്. അന്നൊന്നുമില്ലാത്ത പ്രശ്നം ഇന്ന് എങ്ങനെ ഉണ്ടായി എന്നാണ് അവർ ചോദിക്കുന്നത്. അടൂർ താലൂക്കിൽ ഏറത്തു പഞ്ചായത്ത് 17-ാം വാർഡിൽ കൊള്ളാശ്ശേരിയിൽ വീട്ടിൽ യശോദ എസ് പിള്ള എന്നയാളുടെ റേഷൻ കാർഡിൽ ശ്രീന വ്യാജമായി പേര് ചേർത്ത് എന്ന് ആരോപിച്ച് മക്കളായ ശ്രീജിത്ത്, ശ്യാംജിത്ത്, സഞ്ജിത്ത് എന്നിവർ നൽകിയ പരാതിയിലാണ് താലൂക്ക് സപ്ലൈ ഓഫീസർ നടപടി സ്വീകരിച്ചത്. ശ്രീനയുടെ പേര് കാർഡിൽ നിന്ന് നീക്കുന്നതിൽ പിന്നാലെ വിവാദമുണ്ടായി. ശ്രീന വ്യാജരേഖ ചമച്ചാണ് കാർഡിൽ കടന്നുകൂടിയത് എന്നായിരുന്നു പരാതി. കൊല്ലം ജില്ലയിൽ പോരുവഴി പഞ്ചായത്തിൽ കമ്പലടി അയണിവേലിയിൽ വീട്ടിൽ താമസക്കാരിയായ ശ്രീനാദേവി കുഞ്ഞമ്മ ഈ കാർഡ് ഉപയോഗിച്ച് ഏറത്ത് പഞ്ചായത്ത് 17-ാം വാർഡിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർത്തുവെന്നും പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ശ്രീനയുടെ ജില്ലാ പഞ്ചായത്ത് അംഗത്വം റദ്ദാക്കണമെന്നും ആവശ്യം ഉയരുന്നുണ്ട്. ശ്രീന വ്യാജരേഖ ചമച്ചാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് എന്ന വിവാദം സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നതിനിടയിലാണ് അവർ പ്രതികരണവുമായി എത്തിയത്. ആ പ്രതികരണം ഒന്ന് കേൾക്കാം. യശോദ എസ് പിള്ള എന്ന് പറയുന്നത് എൻ്റെ അമ്മാവിയാണ്. സോമനാഥൻ പിള്ള എന്നാണ് അമ്മാവൻ്റെ പേര്. അപ്പോൾ എൻ്റെ അമ്മാവൻ്റെയും അമ്മാവിയുടെയും കൂടെ വീട്ടിലാണ് എൻ്റെ അഡ്രസ്സ് ഉണ്ടായിരുന്നത് കഴിഞ്ഞ 6 വർഷക്കാലവും. ഇനി ഈ പരാതിക്കാരായിട്ട് വന്നിട്ടുള്ള ശ്രീജിത്ത്, ശ്യാംജിത്ത്, സഞ്ജിത്ത് എന്നിവർ എന്നെ അറിയില്ല എന്ന് പറയുന്ന വാദം പരിപൂർണമായി തെറ്റാണ്. അവർ ജനുവരി മാസത്തിലും അവർ നാട്ടിൽ വരുന്നത് വളരെ വിരളമായിട്ടേ ഉള്ളൂ. കഴിഞ്ഞ ഒരു വർഷമായിട്ട് അവർ ഇടയ്ക്കെങ്കിലും വല്ലപ്പോഴും നാട്ടിൽ വരുന്നുണ്ട്. നാട്ടിൽ വരുമ്പോൾ നമ്മുടെ വീട്ടിൽ വരും. നമുക്ക് ശാസ്ത്ര ഡെലിവറി പറയുന്ന വീടെന്ന് പറയുന്നത് എൻ്റെ അച്ഛനും അമ്മയുണ്ട്. അവിടെ വന്ന് അവരുടെ അപ്പച്ചി എന്നുള്ള നിലയ്ക്ക് എൻ്റെ അച്ഛനും അമ്മയും വന്ന് കാണാറുണ്ട്. അപ്പോൾ അങ്ങനെ വന്ന് കാണുന്ന ആൾക്കാർ കഴിഞ്ഞ കാലങ്ങളിലായിട്ടാണ് അവർ കുറച്ച് അധികമായിട്ട് നാട്ടിൽ വരുന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചത്. ഇവർ കൂടുതൽ കാര്യങ്ങൾ ഞാൻ കുടുംബ പ്രശ്നങ്ങൾ വളരെ ഗൗരവമുള്ള വലിയ കുടുംബ പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ഒരു വീടാണ് അടൂരെ വീട്. അപ്പോൾ കൊല്ലശ്ശേരിയിൽ നിന്നാണ് വീട്ടുപേര്. അപ്പോൾ വീട്ടിലെ സംബന്ധിച്ച് ഒരുപാട് വലിയ പ്രശ്നങ്ങളുണ്ട്.
അപ്പോൾ അത് ഓരോന്നും എനിക്ക് മാധ്യമങ്ങളുടെ മുമ്പിൽ ഇരുന്നുകൊണ്ട് പറയുക എന്ന് പറയുന്നതിന് പരിമിതികളുണ്ട്. അവരെ സംബന്ധിച്ച് യാതൊരു ബുദ്ധിമുട്ടുകളുമില്ല. നുണ പറയുവാനും പരസ്യമായി കള്ളം പറഞ്ഞുകൊണ്ട് ഈ ഒരു വിഷയത്തിലേക്ക് അവർ കടന്നു വന്നത് രാഷ്ട്രീയപരമായിട്ടുള്ള ഇടപെടലിൽ തന്നെയാണ്. രാഷ്ട്രീയമായിട്ടുള്ള ഗൂഢാലോചനയുണ്ട്. CPIയുടെ ജില്ലാ നേതൃത്വം അവരെ സമീപിച്ചു എന്നുള്ളത് അവർ വ്യക്തമായി നമ്മളോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ CPIയുടെ ജില്ലാ നേതൃത്വം സാമ്പത്തികമായിട്ട് ഓഫർ ചെയ്തു എന്ന് പറയുമ്പോൾ നമ്മൾ അതിനപ്പുറത്തേക്ക് ഒരു ഓഫർ കൊടുത്തുകൊണ്ട് അവരെ പിടിച്ചു നിർത്തണമെന്നാണെങ്കിൽ താല്പര്യമില്ലായിരുന്നു. അവർ നിയമപരമായിട്ട് സാധിക്കുന്ന എല്ലാ തരത്തിലേക്കും മുന്നോട്ട് പോകട്ടെ, വ്യാജ പരാതികൾ കൊടുക്കട്ടെ. ഞാൻ ബന്ധുവല്ല എന്ന് മാധ്യമങ്ങളോട് പറയുമ്പോൾ എനിക്ക് ചിരിയാണ് വരുന്നത്. കാരണം എൻ്റെ ബന്ധുക്കളായിട്ടുള്ള എല്ലാവരും ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവരെക്കുറിച്ചുള്ള മതിപ്പ് ഇപ്പോൾ നാട്ടുകാരുടെയും കുടുംബക്കാരുടെയും ബന്ധുക്കളുടെ ഇടയിൽ നല്ല മതിപ്പായിട്ടുണ്ട്. ഇത്രയും കാലം നമ്മളുടെ കൂടെ ബന്ധുവായിട്ട് ജീവിച്ചിട്ട് കഴിഞ്ഞ 5 വർഷക്കാലവും ജില്ലാ പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള എനിക്ക് എന്തിനേറെ പറയുന്നു, ഞാൻ ജയിച്ചപ്പോൾ വേണമെങ്കിൽ ഇതിൽ പറയുന്ന ശ്യാംജിത്ത് എസ് പിള്ള എന്ന് പറയുന്ന ആൾ ഞാൻ വിജയിച്ചപ്പോൾ എനിക്ക് അയച്ച കൺഗ്രാറ്റ്സിൻ്റെ മെസ്സേജ് വരെ എൻ്റെ ഫോണിലുണ്ട്. അവരുടെ ഒന്ന് സൂം ചെയ്യുകയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഒന്ന് സൂം ചെയ്യാമോ ഈ ക്യാമറ? ഇതിൽ ഈ മൊബൈലിലുണ്ട് എനിക്ക് അയച്ചിട്ടുള്ള ക്യാമറ. ഒന്ന് സൂം ചെയ്യാമോ? ഇത് എനിക്ക് ശ്യാംജിത്ത് എസ് പിള്ള എന്ന് പറയുന്ന പരാതിക്കാരൻ അയച്ചിട്ടുള്ള മെസ്സേജാണ്. ഇതിൽ അദ്ദേഹത്തിൻ്റെ കുട്ടിയുടെ പിറന്നാളിന് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്, ഹൗസ് വാമിങ്ങിന് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്, വോയിസ് നോട്ടുകൾ ഒരുപാടുണ്ട്. ഇതിൽ കൺഗ്രാജുലേഷൻസ് മോളെ എന്ന് പറഞ്ഞുകൊണ്ടാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് മാത്രമല്ല, ഞാൻ അദ്ദേഹത്തിന് പച്ചക്കറി വാങ്ങുന്നതിൻ്റെ ലിസ്റ്റ് വരെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വലിയ കുടുംബബന്ധമുള്ളയാൾ ഒന്ന് ശ്രദ്ധിക്കാമെങ്കിൽ ഞാൻ വോയിസ് നോട്ടോടെ പ്ലേ ചെയ്യാം. വൺ ഓഫ് ദ സിമ്പിൾ ആയിട്ടുള്ളൊരു വോയിസ് നോട്ട്. വളരെ ഫ്രീ ആകുമ്പോൾ ഒന്ന് വിളിക്കണേ. ഞാൻ ഇന്നലെ വിളിച്ചായിരുന്നു, ഇന്നും വിളിച്ചത്. എനിക്ക് ഒന്ന് ബിസിയാന്ന് തോന്നുന്നു. ഫ്രീ ആകുമ്പോൾ ഒന്ന് വിളിച്ചേക്കണേ. കേട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. നയന മോളെ നയന എന്ന് പറയുന്നത് എൻ്റെ പെറ്റ് നെയിമാണ്, വീട്ടിൽ വിളിക്കുന്ന പേരാണ്. ശ്രീനാദേവി അറിയില്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ ഒഫീഷ്യൽ നെയിം അവർക്ക് അറിയില്ലായിരിക്കും എന്ന് എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതിൽ പൂർണ്ണമായിട്ടും ഞാനുമായിട്ട് ഇതിൽ 3 പേരിൽ ഏറ്റവും ഇളയ ആളായിട്ടുള്ള ശ്യാംജിത്ത് എന്ന് പറയുന്ന ആ ചേട്ടനായിട്ട് മാത്രമേ എനിക്ക് ഇടക്കാലത്ത് കോൺടാക്ട് ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് മാത്രമല്ല കുടുംബവുമായിട്ടും. ഇനി ഒരു ചോദ്യം മാത്രമേ എനിക്ക് അവരോട് ചോദിക്കാനുള്ളൂ. ഈ പരാതിയിൽ TSOയ്ക്ക് കൊടുത്തിട്ടുള്ള പരാതി ഇപ്പോൾ പുറത്ത് ഫേസ്ബുക്കിലെല്ലാം പ്രചരിക്കുന്ന ഒരു പരാതി ഉണ്ട്. ഞാനത് ജസ്റ്റ് ഒന്ന് വായിക്കാം. ഞങ്ങളുടെ അമ്മ യശോദ എസ് പിള്ള അടൂർ താലൂക്കിലെ റേഷൻ കാർഡ് നമ്പർ നമ്പർ റേഷൻ കാർഡിൻ്റെ ഉടമയായിരുന്നു. 18/9/2024 അമ്മ മരണപ്പെട്ടുപോയി. തെറ്റി. അമ്മ മരിച്ചത് 18/10 അപ്പോൾ അത് അവർക്കറിയാത്ത അവരുടെ കുറ്റമല്ല, കാരണം കാലങ്ങളായിട്ട് വീടുമായിട്ട് ബന്ധമില്ലാത്ത ആൾക്കാരാണ്. ഏറത്ത് പഞ്ചായത്തിലെ 17-ാം വാർഡിലെ 363 നമ്പർ വീട്, അതും തെറ്റി. വീട്ട് നമ്പറും തെറ്റാണ്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ താമസിച്ചിട്ടുണ്ട്. പിന്നെ ജോലി സംബന്ധമായി ഞങ്ങൾ നാട് വിട്ടു പോവുകയും ഞങ്ങളുടെ സഹോദരിയും നാട്ടിലില്ലാത്ത സ്ഥിതി വന്നപ്പോൾ അമ്മ മിക്കപ്പോഴും ഞങ്ങളോടൊപ്പം താമസിച്ചു വന്നിരുന്നു. പരിപൂർണമായി തെറ്റാണ്. ആ നാട്ടുകാരോട് അന്വേഷിക്കുക. അവിടെ ഒരു ദിവസം പോലും ആ വീട്ടിൽ കയറിയിട്ടില്ലാത്ത, അമ്മയുമായി ബന്ധമില്ലാത്ത, അച്ഛൻ മരിച്ചപ്പോൾ വീട്ടിൽ കയറിയിട്ടില്ലാത്ത, 2023 ഇവരുടെ ഏക സഹോദരിയുടെ വിവാഹം തൃശ്ശൂരിൽ വെച്ച് നടക്കുമ്പോൾ ഈ 3 സഹോദരങ്ങളും പങ്കെടുത്തിട്ടില്ല. സർവോപരി 2019 ഇവരുടെ അമ്മ യശോദ എസ് പിള്ള, എൻ്റെ അമ്മാവി, ഇവർക്കെതിരെ വയോജന സംരക്ഷണ നിയമപ്രകാരം കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ പറയുന്ന ശ്രീജിത്ത് എസ് പിള്ള കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുള്ളത് അടൂർ RDOയുടെ മുമ്പിൽ തന്നെയാണ്. വയോജന സംരക്ഷണ നിയമപ്രകാരം ആണ് പരാതി കൊടുത്തിട്ടുള്ളത്. 2019 മുതൽ 2022 വരെ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രൊസീഡിങ്സ് നടന്നിട്ടുണ്ട്. അപ്പോൾ ഹർജി കക്ഷി ശ്രീമതി യശോദ എസ് പിള്ളയായിരുന്നു. എതിർകക്ഷികളായിട്ടുള്ളത് ശ്രീജിത്ത്, എനിക്കെതിരെ പരാതി കൊടുത്ത 1ാമത്തെ ആൾ. ശ്രീമതി പൂജ, ഇത് അദ്ദേഹത്തിൻ്റെ 2ാം ഭാര്യയാണ്, അന്നുള്ള ഭാര്യയാണ്. ഇപ്പോൾ മറ്റൊരു വിവാഹം കഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ ശ്രീജിത്തിൻ്റെ മറ്റൊരു ഭാര്യയാണുള്ളത്. ഇനി 3ാമത്തെ ആൾ സഞ്ജിത്ത് എസ് പിള്ള, അതായത് ശ്രീജിത്തിൻ്റെ ഇളയ സഹോദരൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യ ശ്രീമതി ചിഞ്ചു, 5ാമതായിട്ട് ശ്രീ ശ്യാംജിത്ത്. ഇത്രയും പേർക്കെതിരെയാണ് 2019 യശോദ എസ് പിള്ള എന്ന് പറയുന്ന എൻ്റെ അമ്മാവി പരാതി കൊടുത്തിട്ടുള്ളത്. ഒരു തരത്തിലുമുള്ള ബബ്ബയുമില്ല, ഒരു തരത്തിലുമുള്ള വിക്കലുമില്ല, വിഴുങ്ങലുമില്ല. കൃത്യമായി എൻ്റെ അമ്മായിയാണ് ഈ പറയുന്ന കാർഡുടമ, അമ്മാവൻ്റെ ഭാര്യയാണ് തുടങ്ങി വ്യക്തമായി തന്നെ വിശദീകരിക്കുന്നുണ്ട്. ഇനി ആർക്കാണ് പടക്കം പൊട്ടിക്കേണ്ടത് എന്ന് വെച്ചാൽ പടക്കം പൊട്ടിച്ചോളൂ. അത് പക്ഷേ ശ്രീനാഥ് ദേവിയുടെ പടിയിറക്കവുമായി ബന്ധപ്പെട്ടായിരിക്കില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ശ്രീനാഥ് ദേവിയെ പിന്തുണച്ചുകൊണ്ട് നിരവധി ആളുകളാണ് കമൻറ്റുമായി രംഗത്ത് വരുന്നത്. ശ്രീനാഥ് ദേവി ഇങ്ങനെ തന്നെ ആയിരിക്കണം പ്രതികരിക്കാൻ എന്ന് പറഞ്ഞ് ശ്രീനാഥ് ദേവിയെ പിന്തുണച്ചുകൊണ്ടുള്ള കമന്റുകൾ തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിലൊക്കെയും നിറഞ്ഞിരിക്കുന്നത് എന്ന് വ്യക്തമാവുകയാണ്. എന്നാൽ ഒരു കൂട്ടം ശ്രീനയെ കളിയാക്കിക്കൊണ്ടും അല്ലെങ്കിൽ കള്ളിയാണെന്ന് പറഞ്ഞുകൊണ്ടും ഒക്കെ രംഗത്ത് വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഈ ശ്രീനാദേവി കുഞ്ഞമ്മ കൊടുത്ത ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്കെതിരെ നടത്തിയ പരാതിക്കാരന്റെ പ്രതികരണം കൈരളി TV ന്യൂസാക്കിയിരുന്നു. കൈരളി TVയുടെ ന്യൂസിലാണ് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത്. അപ്പോൾ തന്നെ വ്യക്തമല്ലേ, ഞങ്ങളെ വ്യക്തിപരമായി ആക്രമിക്കാൻ ശ്രമിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഞങ്ങൾക്ക് സത്യാവസ്ഥ അറിയണം. കോൺഗ്രസ് നേതാവ് ശ്രീനാദേവി കുഞ്ഞമ്മ റേഷൻ കാർഡിൽ വ്യാജമായി പേര് ചേർത്ത് തെരഞ്ഞെടുപ്പ് മത്സര സംഭവത്തിൽ പരാതിക്കാർ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. ആ പരാതിക്കാരുടെ പ്രതികരണവും കൂടി നമുക്ക് ഒന്ന് കേൾക്കാം. അല്ല, ഞാനിപ്പം ഇതിൻ്റെ ഒരു സിറ്റുവേഷൻ അറിഞ്ഞ സമയത്താണ് എനിക്ക് ഒരു കണ്ടിന്യൂസ് കോളുകൾ വന്നത്. ഞങ്ങളെ ആരും കോണ്ടാക്ട് ചെയ്യാവുന്ന ഒരു ക്യാരക്ടറല്ല. അപ്പം
നോർമലി ഇപ്പോൾ ഒരു ഹാപ്പി ന്യൂ ഇയർ അങ്ങനെ വിഷസൊക്കെ ആണെങ്കിൽ നോർമലി അയക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഫാമിലിയിൽ. അപ്പം പുള്ളിക്കാരി എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് വിളിച്ചപ്പോൾ ഞാൻ എടുത്തിട്ട് ഞാൻ പറഞ്ഞു എന്താ കാര്യം, എന്താണ് നിങ്ങൾ അങ്ങനെ പോകുന്നത്. എനിക്ക് മെസ്സേജ് അയച്ചു വാട്സപ്പിൽ, പ്ലീസ് കണ്ടിന്യൂ, നിങ്ങൾ ആ രീതിയിലുള്ള മൂവ്മെൻ്റ് ആണെങ്കിൽ നമുക്ക് കാണാം അങ്ങനെ രീതിയിൽ. എന്നിട്ട് ഫ്രണ്ട്സിനെ വിളിച്ചിരുന്നു, ബാക്കി ആളുകൾ കണക്ട് ചെയ്യുന്നു. അപ്പം സഹോദരിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. സഹോദരി ഇങ്ങനെ ചെയ്യുന്നു ഞങ്ങൾ ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. കാര്യം ഞങ്ങളിത് വിലയ്ക്ക് 2010 ഈ സ്ഥലം വിലയ്ക്ക് മേടിച്ചാണ് ഞങ്ങളുടെ ഇത് പൂർവിക സ്വത്തോ കുടുംബ സ്വത്തോ ഒന്നുമല്ല. ഞങ്ങൾ വിലയ്ക്ക് മേടിച്ച് നമ്മളിവിടെ താമസിക്കുന്ന ആളുകളാണ്. അപ്പം എനിക്ക് എൻ്റെ അമ്മ അച്ഛനെ അടക്കി ഈ മണ്ണിൽ എനിക്ക് അതിൻ്റെ ഒരു ഫീൽ എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ പെങ്ങളെ സ്വാധീനിച്ച് അങ്ങനെ ചെയ്യാനായിട്ട് ഇവർക്ക് എങ്ങനെ മനസ്സ് തോന്നി, ഒരു ജനപ്രതിനിധിയായിട്ട് ഒരു വ്യക്തി ജനപ്രതിനിധി ആണെങ്കിൽ തന്നെ. അപ്പോൾ അങ്ങനെ ഒരിക്കലും അവരങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ഇപ്പോൾ എൻ്റെ പെങ്ങളെ വെച്ചിട്ട് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. കാര്യം ഇപ്പം ഞങ്ങൾ കുടുംബപരമായിട്ട് ഞങ്ങൾ മക്കളും മരുമക്കളും കൊച്ചുമക്കളും എല്ലാമായിട്ട് ഞങ്ങളിവിടെ ഫാമിലിയായിട്ട് താമസിക്കുന്ന ഇടയ്ക്ക് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വ്യക്തിയുടെ ആവശ്യമില്ല. ഞങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു വ്യക്തിയുടെ സഹായമോ ഇങ്ങനെ ഒരു ആവശ്യവുമില്ല. മറിച്ച് അവർക്കാണ് ഈ ഇതിനെ കൊണ്ട് ആവശ്യമുള്ളത്. ഇത് ഞങ്ങൾ വിചാരിച്ചതെന്ന് പറഞ്ഞാൽ പുള്ളിക്കാർക്ക് ഇലക്ഷൻ്റെ കാര്യങ്ങളൊന്നും നമുക്കറിയത്തില്ല. മലയാളിക്ക് എവിടെ വേണമെങ്കിലും മത്സരിക്കുക എന്നുള്ള മൈൻഡായിരിക്കും ഞങ്ങൾക്ക് വിചാരിച്ചത്. ഞങ്ങളിപ്പോൾ ഇതിനകത്ത് ഇറങ്ങി തിരിച്ചപ്പോഴാണ് ഞങ്ങൾക്കിത് മനസ്സിലായത്. ഇത് അവർക്ക് ഇങ്ങനെ ഇതിനു വേണ്ടിയായിരുന്നു ഉപയോഗിക്കാൻ, വ്യാജ വോട്ടർ ID കാർഡും വ്യാജ റേഷൻ കാർഡിന് വേണ്ടിയാണെന്നുള്ളത് ഞാൻ ചിന്തിച്ചു. ഞങ്ങളിപ്പം ബാംഗ്ലൂരിലാണ് താമസിക്കുന്നത്. ഒരിക്കലുമില്ല. ഞാനിവിടെ അമ്മ മരിച്ചതിന് ശേഷം ഇപ്പോൾ 1.5 കൊല്ലമായിട്ട് ഞങ്ങളിവിടെ CCTV വെച്ചിട്ടുണ്ട്. ഇവിടെ ചുറ്റും CCTV ക്യാമറകളുണ്ട്. ഇവിടെ ഫുട്ടേജുകൾ എവിടെ വെച്ച് ഞങ്ങൾ നോക്കാം. ഞങ്ങൾ എല്ലാ ദിവസവും ഞങ്ങളുടെ ബാക്കപ്പ് ഉണ്ട്. അപ്പോൾ അതിനകത്തൊന്നും ശ്രീനാദേവി ഈ വീടിനകത്ത് വരുകയോ പോവുകയോ ഈ ഏരിയയിലേക്കോ ഈ നാട്ടുകാരുടെ അടുത്ത് മിണ്ടുകയോ, ഈ നാട്ടുകാരെ എല്ലാം ഞങ്ങളെല്ലാം ചുറ്റുമുള്ള ആൾക്കാരെല്ലാവരും പറയുന്നു അവർ താഴ്ന്ന ജാതിക്കാരാണ്, അവരെല്ലാവരും രാവിലെ ഓഫീസിൽ പോകുന്നതും വൈകുന്നേരം വരുന്നത് ലേറ്റായിട്ടാണ് വരുന്നത്, അതുകൊണ്ട് അവർക്ക് ഞാൻ വരുന്നതും പോകുന്നതും അവർക്കറിയത്തില്ല. അതുമാത്രം അവരെ വിളിച്ച് ഭീഷണിപ്പെടുത്തുക, അപ്പുറത്തുള്ള ആളുകളെയും നെയ്ബേഴ്സിനെയൊക്കെ വിളിച്ച് ഭീഷണിപ്പെടുത്തുക, സ്വാധീനിപ്പിക്കുക, ഇങ്ങനത്തെ കാര്യങ്ങൾ അവർ ജനപ്രതിനിധിയാണ്, അവർ സ്വാധീനം ചെയ്യാൻ പറ്റുന്ന ആളാണ്, അവർക്ക് എന്തും ചെയ്യാം. ഞങ്ങൾ പാവം സാധാരണക്കാരാണ്. ഞങ്ങളിപ്പോൾ ഇതിൻ്റെ പുറകിൽ ഇറങ്ങിയപ്പോഴാണ് ഞങ്ങൾക്ക് എന്തുമാത്രം ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാവുന്നത്. ഈ കേസ് ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയ പ്രേരിതമാണെന്ന് അത്തരത്തിൽ എന്തെങ്കിലും ആരോപണങ്ങളോ? ഒരിക്കലും ഇല്ല. ഒരു രാഷ്ട്രീയക്കാരും അല്ലെങ്കിൽ ഒരു രീതിയിലും ഞങ്ങളെ ഇതാക്കുന്നില്ല. പുള്ളിക്കാരി ഞങ്ങളെ പേഴ്സണലായിട്ട് ഞങ്ങളെ അറ്റാക്ക് ചെയ്യാനായിട്ടും ഞങ്ങളെ ഭീഷണി ചെയ്യാനായിട്ടും ഞങ്ങളെ ആ രീതിയിലേക്കും അവരും അവരുടെ അമ്മയും ഈ പറഞ്ഞ ഗിരിജാകുമാരിയും കൂടെ ഞങ്ങളെ ആ രീതിയിലേക്ക് വന്നപ്പോഴാണ് ഞങ്ങൾ ഇതിനായിട്ട് എന്തിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് ഞങ്ങൾക്ക് അറിയണം. കാര്യം ഞങ്ങളുടെ പെങ്ങള് അവളുടെ ഒരു അവൾക്കറിയത്തില്ലായിരിക്കും, അവളെ ആ രീതിയിലേക്ക് അവർ കൊണ്ടുപോയതായിരിക്കാം. അപ്പം ഞങ്ങൾക്ക് ആ ഒരു ഫീലിംഗ് ആണ്. എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ എൻ്റെ രണ്ടുപേരും മരിച്ചിട്ട് ഇവിടെ വീട് സ്ഥലമാണ്. ഞാൻ ആലോചിച്ച് നോക്കും, ഞങ്ങൾക്ക് ആ ഫീലാണ്. അപ്പോൾ ആ ഫീലിലിരിക്കുമ്പോൾ എനിക്കറിയത്തില്ല നിങ്ങൾ എന്ത് പറയണം, സോറി. എന്തായാലും എത്രയൊക്കെ പരാതി വന്നാലും ശരി, എനിക്ക് കൃത്യമായി തന്നെ പിടിച്ചു നിൽക്കുക, അല്ലെങ്കിൽ സത്യം എന്നായാലും ജയിക്കുമെന്ന് തന്നെയാണ് ശ്രീനാദേവി കുഞ്ഞമ്മയും ഇവിടെ പ്രതികരിച്ചിരിക്കുന്നത്. തീർച്ചയായും സത്യം ജയിക്കട്ടെ. ഇനി ശ്രീനാദേവി ഏതെങ്കിലും തരത്തിലുള്ള കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടട്ടെ എന്ന് തന്നെയാണ് പ്രതികരിക്കുന്നത്. ഏതായാലും ഈ ഘട്ടത്തിൽ MA ഷഹനാസിന്റെ ഒരു അവസ്ഥ എന്തായിരിക്കുമെന്നാണ് നമുക്ക് നോക്കേണ്ടത്. എന്തായാലും ഷഹനാസ് പുതിയ പോസ്റ്റുമായി രംഗത്തെത്തുമോ? ഒപ്പം അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലും ഒരു പോസ്റ്റ് ഇട്ടിരുന്നു കഴിഞ്ഞ ദിവസം. അത് രാഹുൽ സ്വന്തം പത്തനംതിട്ട എന്ന് പറഞ്ഞാണ് അദ്ദേഹം പോസ്റ്റ് ഇട്ടിരുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പോസ്റ്റ് കൂടി നമുക്കൊന്ന് നോക്കാം. രാഹുൽ ഇട്ട പോസ്റ്റിന് എന്നത്തെയും പോലെ തന്നെ തീർച്ചയായിട്ടും ഒരു സ്വീകാര്യത ഇപ്പോഴും ലഭിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാകുന്നു. ഏറ്റവും ഒടുവിലിട്ട അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് എന്ന് പറയുന്നത്, അത്രമേൽ പ്രിയപ്പെട്ടതാണ് ഈ നാട്, ഹൃദയത്തോട് ചേർന്ന മേൽവിലാസമാണ് പാലക്കാട് എന്നാണ് പറയുന്നത്. പാലക്കാട് വന്ന അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണമാണ്. എന്തായാലും കുട്ടികളുമായി ബന്ധപ്പെട്ട് കുട്ടികളുടെ കൈ കൊടുക്കുകയും സ്കൂളിലേക്ക് എത്തിയ ആ ഒരു ഇതാണ്. എത്ര മാധ്യമ വിചാരണയാണ് വേസ്റ്റായി പോയത്, എത്ര ഇടതുപക്ഷ സ്ത്രീപക്ഷ കൂലി എഴുത്തുകാരുടെ ഖണ്ഡകാവ്യമാണ് ഒലിച്ചുപോയത്, എത്ര MLA-മാർ ഉണ്ട് കേരളത്തിൽ, എല്ലാവർക്കും കിട്ടുമോ ഇതുപോലെയുള്ള ഒരു സ്വീകരണം കുട്ടികളുടെ മനസ്സിൽ? രാഹുൽ മത്സരിക്കണമെന്നാണ് രാഹുലിനെ സ്നേഹിക്കുന്നവർ ആഗ്രഹിക്കുന്നത്. അവർക്കും ആ വാശിയുണ്ട്, അത് മറക്കരുത്. പാലക്കാട്ടുകാർക്കിടയിൽ തന്നെ രാഹുൽ ഉണ്ടാകണം. നീ എന്തെല്ലാം നാടകങ്ങൾ കളിച്ചാലും നിനക്ക് ഇക്കുറി സീറ്റ് തരില്ല. ആ കുട്ടികളുടെ അഭിമാനത്തെയാണ് നീ ചൂഷണം ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് മറ്റു കമന്റുകളും വന്നിരിക്കുന്നത്.